നമസ്കാരം. പ്രധാന വാർത്തകൾ. ജില്ലയിൽ 275 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 258 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. കായംകുളം നിയോജക മണ്ഡലത്തിൽ 14 പേർക്ക് കൂടി കോവിഡ്. ജില്ലയിൽ കനത്ത മഴയ്ക്ക് സാധ്യത. കർശന ജാഗ്രത തുടരണമെന്ന് ജില്ലാ കളക്ടർ. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കടലിൽ പോകുന്നതിന് പൂർണ്ണ നിരോധനം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ജില്ലയിൽ പൊതുജനങ്ങൾക്കായി പ്രത്യേക കോവിഡ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പ്രചരണ സംഘങ്ങളിൽ നിന്നും ആരും വീടിനുള്ളിൽ പ്രവേശിക്കുന്നില്ല എന്ന് ഉറപ്പാക്കണം. വികസനത്തിന്റെ പേര് പറഞ്ഞ് സർക്കാർ ഖജനാവ് കൊള്ളയടിച്ചവരാണ് ഇടതുമുന്നണിയെന്ന് UDF കൺവീനർ MM ഹസൻ. ഇടതുമുന്നണിക്ക് വോട്ട് ചോദിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും ഹസൻ. വാർത്തകൾ വിശദമായി. ആലപ്പുഴ ജില്ലയിൽ 275 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 258 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 17 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 765 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 41,570 പേർ രോഗമുക്തരായി. 5,654 പേർ ചികിത്സയിലുണ്ട്. കായംകുളം നിയോജക മണ്ഡലത്തിൽ 14 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. നഗരസഭാ പരിധിയിൽ 5 പേർക്കും പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ 4 പേർക്കും ഉൾപ്പെടെയാണ് രോഗം. അതേസമയം 23 പേർക്ക് മണ്ഡലത്തിൽ രോഗം ഭേദമായി. കായംകുളം നിയോജക മണ്ഡലത്തിലെ 14 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കായംകുളം നഗരസഭാ പരിധിയിൽ 5 പേർക്കും പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ 4 പേർക്കും ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ 3 പേർക്കും ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത്, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ഓരോ ആൾക്ക് വീതവുമാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. അതേസമയം മണ്ഡലത്തിൽ 23 പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. കായംകുളം നഗരസഭാ പരിധിയിൽ 16 പേർക്കും ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ 3 പേർക്കും ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്കും പത്തിയൂർ, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിൽ ഓരോ ആൾക്ക് വീതവുമാണ് രോഗമുക്തി ഉണ്ടായിരിക്കുന്നത്. ഇതോടെ മണ്ഡലത്തിൽ 3,833 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. ഇതിൽ 3,485 പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. 309 പേർ ഇപ്പോൾ ചികിത്സയിലുമാണ്. CDN ന്യൂസ് കായംകുളം. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 9,727 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 221 പേർ വൈറസ് ബാധിച്ച കോവിഡ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 1,097 പേർ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ ചികിത്സയിലുണ്ട്. വൈറസ് ബാധിച്ച് വീടുകൾ ഐസൊലേഷനിലുള്ളത് 3,707 പേരാണ്. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 9,727 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 221 പേർ വൈറസ് ബാധിച്ച് കോവിഡ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 1,097 പേർ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ ചികിത്സയിലാണ്. വൈറസ് ബാധിച്ച് വീടുകളിൽ ഐസൊലേഷനിൽ കഴിയുന്നത് 3,707 പേരാണ്. 186 പേരെ ആശുപത്രി നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചു. 765 പേരെ ആശുപത്രി നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി. 1,325 പേരാണ് ആകെ ആശുപത്രി നിരീക്ഷണത്തിൽ ഇപ്പോഴുള്ളത്. 713 പേരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചു. 823 പേരെ ഒഴിവാക്കി. 2,81,764 പേർ ജില്ലയിൽ ഇതുവരെ സാമ്പിൾ പരിശോധനയ്ക്ക് വിധേയരായി. CDN ന്യൂസ് കായംകുളം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം മൂലം ജില്ലയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ജില്ലയിൽ കർശന ജാഗ്രത തുടരണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഡിസംബർ 1 മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കടലിൽ പോകുന്നതിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം മൂലം ജില്ലയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ജില്ലയിൽ കർശന ജാഗ്രത തുടരണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം കളക്ടറേറ്റിൽ ചേർന്നു. ഡിസംബർ 1 മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കടലിൽ പോകുന്നതിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. നിലവിൽ കടലിൽ പോയവരെയെല്ലാം
അടിയന്തര പ്രാധാന്യത്തോടെ തിരികെ വിളിക്കുന്നതിന് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരത്തുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകാനും ആരും കടലിൽ ഇറങ്ങാതിരിക്കുവാനും വേണ്ട മുൻകരുതലുകൾ കൈക്കൊള്ളുവാനും നിർദ്ദേശം നൽകി. രാത്രികാലങ്ങളിൽ ഉൾനാടൻ മത്സ്യബന്ധനം പൂർണ്ണമായും ഒഴിവാക്കും. തീരപ്രദേശത്ത് വീടുകൾ ഒഴിപ്പിക്കേണ്ട സാഹചര്യം വന്നാൽ അതിനുവേണ്ട ക്രമീകരണങ്ങൾ തയ്യാറാക്കാൻ കോസ്റ്റൽ പോലീസിനും അതാത് തഹസീൽദാർമാർക്കും നിർദ്ദേശം നൽകി. ഇതിന്റെ മുന്നോടിയായി തീരപ്രദേശങ്ങൾ തഹസീൽദാർമാരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. CDNet ന്യൂസ് ആറാട്ടുപുഴ. ഇനി തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളുമായി തദ്ദേശ വിധിയെഴുത്ത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കായി പ്രത്യേക കോവിഡ് നിർദ്ദേശങ്ങൾ ജില്ലയിൽ പുറപ്പെടുവിച്ചു. പ്രചരണ സംഘങ്ങളിൽ നിന്നും ആരും വീടിനുള്ളിൽ പ്രവേശിക്കുന്നില്ല എന്ന് ഉറപ്പാക്കണം. 2 മീറ്റർ അകലം പാലിച്ച് വോട്ട് അഭ്യർത്ഥിക്കുന്നവരോട് സംസാരിക്കണം എന്നിവയടക്കമാണ് നിർദ്ദേശങ്ങൾ. കോവിഡിന്റെ സാഹചര്യത്തിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കായി ജില്ലാ ഭരണകൂടം നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പ്രചാരണ സംഘങ്ങളിൽ നിന്നും ആരും വീടിനുള്ളിൽ പ്രവേശിക്കുന്നില്ല എന്ന കാര്യം ഉറപ്പാക്കണം. 2 മീറ്റർ അകലം പാലിച്ച് വോട്ട് അഭ്യർത്ഥിക്കുന്നവരോട് സംസാരിക്കണം. മാസ്കും മൂക്കും വായും മൂടും വിധം ധരിച്ചിരിക്കണം. സംസാരിക്കുമ്പോൾ മാസ്ക് ഒരിക്കലും താഴ്ത്തരുത്. ഹസ്തദാനം, ആലിംഗനം, കുട്ടികളെ എടുക്കൽ, ദേഹത്തെ സ്പർശിക്കൽ, കിടപ്പ് രോഗികളുടെ സമീപം പോവുക ഇവയൊന്നും അനുവദിക്കരുത്. നോട്ടീസ്, ലഘുരേഖ ഇവ വാങ്ങിയതിനു ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുകയും വേണം. വയോജനങ്ങൾ, കുട്ടികൾ, ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയെടുക്കുന്നവർ, ഗർഭിണികൾ എന്നിവരോടൊപ്പം ഇടപഴകുവാൻ അനുവദിക്കുമേ അരുത്. പൊതുയോഗങ്ങളിൽ മാസ്ക് ധരിച്ച് 2 മീറ്റർ അകലം ഉറപ്പാക്കി മാത്രം പങ്കെടുക്കണം. പ്രായമുള്ളവർ പങ്കെടുക്കരുത്. കുട്ടികളെ കൊണ്ടുപോകുകയും അരുത്. ഇവയൊക്കെയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. CDNet ന്യൂസ് കായംകുളം. യുവാക്കളുടെ പോരാട്ടത്തിലൂടെ ശ്രദ്ധേയമാകുകയാണ് ജില്ലാ പഞ്ചായത്ത് ഭരണിക്കാവ് ഡിവിഷൻ കയ്യിൽ ഉറപ്പിച്ചു നിർത്താൻ LDF രംഗത്തിറക്കിയിരിക്കുന്നത് നികേഷ് തമ്പിയാണ്. എന്നാൽ ഡിവിഷൻ കൈക്കലാക്കാൻ UDF രംഗത്തിറക്കിയിരിക്കുന്നത് അവിനാശ് ഗംഗനെയും. അതേസമയം LDFനും UDFനും വിട്ടുകൊടുക്കാതെ ഡിവിഷനിൽ മാറ്റം കൊണ്ടുവരുവാൻ NDA മത്സരിപ്പിക്കുന്നത് ബിജുകുമാർ പ്ലാവിലയിലിനെയാണ്. യുവാക്കളുടെ പോരാട്ടത്തിലൂടെ ശ്രദ്ധേയമാകുകയാണ് ജില്ലാ പഞ്ചായത്ത് ഭരണിക്കാവ് ഡിവിഷൻ. ഭരണിക്കാവ്, ചുനക്കര, താമരക്കുളം, വള്ളികുന്നം ഗ്രാമപഞ്ചായത്തുകൾ ചേരുന്ന ഡിവിഷൻ ഇടതു മുൻതൂക്കമുള്ളതാണ്. അങ്കത്തട്ടിൽ ഏത് വെല്ലുവിളികളെയും നേരിട്ട് ഡിവിഷൻ കയ്യിൽ ഉറപ്പിച്ചു നിർത്താൻ LDF രംഗത്തിറക്കിയിരിക്കുന്നത് ഒരു യുവ പോരാളിയെ തന്നെയാണ്. DYFI മാവേലിക്കര ബ്ലോക്ക് പ്രസിഡന്റായ നികേഷ് തമ്പിയാണ് ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി. നിലവിൽ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്ന നികേഷ് SFI മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജ് യൂണിറ്റ് സെക്രട്ടറി, പ്രസിഡന്റ്, SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, DYFI ഏരിയ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ വരുന്ന ഡിസംബർ 8-ാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലേക്ക് ഭരണിക്കാവ് ഡിവിഷനിൽ നിന്നും ഞാൻ മത്സരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. നല്ല പ്രതികരണമാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ആത്മവിശ്വാസമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും താഴ്മയായി അപേക്ഷിക്കുകയാണ്. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ 21 വാർഡുകളും വള്ളികുന്നം പഞ്ചായത്തിൻ്റെ 10 വാർഡുകളും അതോടൊപ്പം താമരക്കുളം പഞ്ചായത്തിൻ്റെ 14 വാർഡും ചുനക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ 6 വാർഡും ഉൾപ്പെടെ 51 വാർഡുകൾ ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ ഉൾപ്പെടുന്നതാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണിക്കാവ് ഡിവിഷൻ. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് മുൻ അംഗമായ അവിനാശ് ഗംഗനെയാണ് ഡിവിഷൻ കടന്നാക്രമിച്ച് കൈക്കലാക്കാൻ UDF രംഗത്തിറക്കിയിരിക്കുന്നത്. കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ അവിനാശ് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ തെരഞ്ഞെടുപ്പ് കോർഡിനേറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ജില്ലയിലെ യുവ നേതാക്കളിൽ ഒരാളായ അവിനാശ് ഗംഗന് ഡിവിഷൻ കീഴടക്കാൻ കഴിയുമെന്നാണ് UDF കേന്ദ്രങ്ങളുടെ ആത്മവിശ്വാസം. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ 5 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു പ്രതിഭാസമായി ഈ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ പ്രവർത്തനം മാറിയത്. ഇപ്പോൾ ചെല്ലുന്നിടത്തൊക്കെ വലിയ പ്രതിഷേധമുണ്ട്. അതായത് കഴിഞ്ഞ തവണയൊക്കെ ഇവിടെ ചെയ്യാതെ പോയ വികസനങ്ങൾക്ക് ഒരു വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഇടയിൽ. അതിൻ്റെ അമർഷം ഒരു വോട്ടായി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്. അത് മാക്സിമം വോട്ടർമാരെ നേരിട്ട് കാണുന്നതാണ് ഞങ്ങൾ 2-ാം ഘട്ടത്തിൽ. ജില്ലാ പഞ്ചായത്തിൽ അറിയാം 51 വാർഡുകളാണുള്ളത്. ഇത്രയും വാർഡുകളിൽ വോട്ടർമാരെ നേരിട്ട് കാണുക എന്ന് പറയുന്നത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ അസാധികാരമായ ഒരു പ്രോഗ്രാമാണ്. എങ്കിലും മാക്സിമം വോട്ടർമാരെ നേരിട്ട് കാണുന്ന ഒരു പരിപാടിയാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്.
ഈ ജനങ്ങളുടെ ഇടയിൽ ഉള്ളൊരു അംഗീകാരമുള്ള സ്ഥാനാർത്ഥികളെയാണ് UDF മത്സരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് പുതിയൊരു തലമുറ വരട്ടെ, പുതിയൊരു മാറ്റം ഉണ്ടാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ എന്നും കുത്തകയാക്കി വെച്ചിരുന്നാൽ വികസനങ്ങൾ ഉണ്ടാകത്തില്ല. കുത്തക മാറിയാലേ വികസനം വരുള്ളൂ. അതിനുവേണ്ടി ജനങ്ങൾ ഒരുമിച്ച് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇരുമുന്നണികളുടെയും പൊള്ളത്തരങ്ങൾ എടുത്തുകാട്ടിയാണ് NDA ഡിവിഷനിൽ പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്നത്. BDJSന് ലഭിച്ച സീറ്റിൽ പടപ്പുറപ്പാട് നടത്താനിറങ്ങിയിരിക്കുന്നത് BDJSന്റെ നേതൃത്വത്തിലെ ശ്രദ്ധേയനായ യുവ നേതാവിനെ തന്നെയാണ്. BDJS മാവേലിക്കര നിയോജകമണ്ഡലം പ്രസിഡന്റായ ബിജുകുമാർ പ്ലാവിളയാണ് NDAയുടെ സ്ഥാനാർത്ഥി. NDA നിയോജക മണ്ഡലം കൺവീനർ കൂടിയായ ബിജു SNDP യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഡിവിഷനിൽ NDA മത്സരിക്കുന്നത്. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും, വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിലെ 10 വാർഡുകളും, താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡുകളും, ചുനക്കര ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡുകളും ചേർന്നതാണ് ജില്ലാ പഞ്ചായത്ത് ഭരണിക്കാവ് ഡിവിഷൻ. LDFിലെ K സുമയാണ് ഇപ്പോൾ ഡിവിഷനെ പ്രതിനിധീകരിച്ചിരിക്കുന്നത്. CPMലെ സുമയുടെ ഭൂരിപക്ഷം 1820 വോട്ടുകളായിരുന്നു. CD നെറ്റ് ന്യൂസ്, കറ്റാനം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CD നെറ്റ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം ഐ ലെൻസ്. പ്രശസ്ത നേത്രരോഗ വിദഗ്ധ ഡോക്ടർ സുജ എബ്രഹാമിന്റെ സേവനം എല്ലാ ദിവസവും വൈകുന്നേരം 4:30 മുതൽ 5:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. മുഴുവൻ സമയം ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനവും ലഭ്യമാണ്. കുട്ടികളുടെ ഓൺലൈൻ പഠനത്തിനാവശ്യമായ കണ്ണടകൾ, രാത്രിയിൽ വാഹനം ഓടിക്കുന്നവർക്ക് ബ്രൈറ്റ് ലൈറ്റിൽ നിന്നും രക്ഷ നേടാനുള്ള പവറോടുകൂടിയ നൈറ്റ് ഡ്രൈവ് എക്സലൻസുകളും ലഭ്യമാണ്. കേരളത്തിലെല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്. കുറ്റിയിൽ നഴ്സറി, നാഷണൽ ഹൈവേ, ഇടശ്ശേരി ജംഗ്ഷൻ, കായംകുളം. ലാൻഡ്സ്കേപ്പ് മെറ്റീരിയലുകൾ, ചെടികൾ, ഓർക്കിഡുകൾ, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റുകൾ, ഫലവൃക്ഷ തൈകൾ, പച്ചക്കറി വിത്തുകൾ, തൈകൾ, ചെടിച്ചട്ടികൾ, കൃഷി സംബന്ധമായ സാധനങ്ങൾ, ഗാർഡൻ ഫ്ലവറുകൾ, ജൈവവളങ്ങൾ, കുമ്മായം, നീറ്റുകക്ക, ചകിരിച്ചോർ മിതമായ നിരക്കിൽ ഓർഡർ അനുസരിച്ച് ഹോൾസെയിലായും റീറ്റെയിലായും വിപണനം നടത്തുന്നതാണ്. ആദായ വിലയുടെ അവസാന വാക്ക് ഒലിവ് ഫർണിച്ചർ. ഇവിടെ നിന്ന് വാങ്ങുന്ന എല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ട് അവരവരുടെ വീട്ടിലെത്തി. ഇതിലും വിലക്കുറവിൽ മറ്റെങ്ങും കിട്ടില്ല. ഒലീവിലേക്ക് വരൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കൂ. ഒലീവ് ഫർണിച്ചർ, സത്രത്തിൽ ബിൽഡിംഗ്, KP റോഡ്, മൂന്നാംകുറ്റി, കായംകുളം. നമ്മുടെ സ്വന്തം ഡിജിറ്റൽ പാർട്ണറായ രവീസിൽ ഗാഡ്ജറ്റ്സുകൾക്കും ആക്സസറീസുകൾക്കും 50% വരെ വിലക്കുറവ്. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും വാങ്ങുമ്പോൾ ഉറപ്പായ സമ്മാനങ്ങളും ക്യാഷ് ഡിസ്കൗണ്ടും. ഒപ്പം നറുക്കെടുപ്പിലൂടെ ഹോണ്ട ആക്ടീവ ബമ്പർ സമ്മാനം. എല്ലാ ദിവസവും ഫിനാൻസ് ആൻഡ് എക്സ്ചേഞ്ച് മേള. തവണ വ്യവസ്ഥയിൽ ഫോണുകൾ സ്വന്തമാക്കാം. ഒറിജിനൽ ആക്സസറീസുകളുടെ ഏറ്റവും വലിയ ശേഖരം, അതും 50% വരെ വിലക്കുറവും. ഓപ്പൺ സർവീസ് സെന്റർ രവീസിന്റെ മാത്രം പ്രത്യേകത. ഫോണിന്റെ പൊട്ടിയ കോംബോ ഡിസ്പ്ലേകൾ അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ ടച്ച് ഗ്ലാസ് മാറ്റി നൽകുന്നു. കുമാർ പെയിന്റ്സ്. കളക്ഷനുമായി സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തമായ ഡിജിറ്റൽ ശൃംഖല മൈജി ഇനി നിങ്ങളുടെ തൊട്ടരികിൽ. അതെ, നവംബർ 7 ശനിയാഴ്ച മുതൽ കായംകുളവും സൂപ്പർ ഡിജിറ്റലാകുന്നു. ലോകോത്തര ബ്രാൻഡുകളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മികച്ച ഓഫറുകളോടെയും ഡിസ്കൗണ്ടുകളോടെയും, ഒപ്പം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്വകാര്യതയും സുരക്ഷയും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഗാഡ്ജറ്റ് റിപ്പയർ ആൻഡ് സർവീസ്. വിശ്വാസത്തിന്റെ, സേവന മികവിന്റെ ഈ പുത്തൻ ഡിജിറ്റൽ ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. ജെമിനി ട്രേഡേഴ്സ് ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്ക് മിതമായ വിലയും മറ്റാരും നൽകാത്ത ഓഫറുകളും, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫറുകൾ, ഉറപ്പായ സമ്മാനങ്ങൾ, മികച്ച കസ്റ്റമർ സർവീസ്, വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും ഒന്നാമത്. ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്ക് 30 മുതൽ 70% വരെ വിലക്കുറവ്. വിൽപ്പനയും വിൽപ്പനാനന്തര സേവനത്തിലും 4 പതിറ്റാണ്ടിന്റെ വിശ്വസ്തത. ജെമിനി ട്രേഡേഴ്സ്.
ആഘോഷങ്ങൾ ഏതുമാകട്ടെ, ആഘോഷിക്കാം നമുക്ക് പട്ടുറുമാലിനൊപ്പം. പട്ടുറുമാൽ വെഡ്ഡിംഗ് കളക്ഷൻ, മെയിൻ റോഡ്, കായംകുളം. നിങ്ങൾക്കൊപ്പം, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം. സ്വപ്ന സിൽക്സ്, ലിങ്ക് റോഡ്, കായംകുളം. വാർത്തകൾ തുടരുന്നു. വികസനത്തിന്റെ പേരിൽ സർക്കാർ ഖജനാവ് കൊള്ളയടിച്ച ഇടതുമുന്നണിക്ക് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷൻ കായംകുളത്ത് ചിറക്കുളങ്ങര ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗായത്രി തമ്പാൻ വാർഡ് 40, AP ഷാജഹാൻ വാർഡ് 38, അമ്പിളിമോൻ രശ്മീശ്വരം വാർഡ് 41 എന്നിവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കൺവെൻഷൻ നടത്തിയത്. വികസനത്തിന്റെ പേര് പറഞ്ഞ് സർക്കാർ ഖജനാവ് കൊള്ളയടിച്ച ഇടതുമുന്നണിക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. കായംകുളം നഗരസഭയിലെ UDF സ്ഥാനാർത്ഥികളായ ഗായത്രി തമ്പാൻ വാർഡ് 40, AP ഷാജഹാൻ വാർഡ് 38, അമ്പിളിമോൻ രശ്മീശ്വരം വാർഡ് 41 എന്നിവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചിറക്കുളങ്ങര ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. R ഭദ്രൻ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ B ബാബുപ്രസാദ്, AP ഷാജഹാൻ, CS സാദിഖ്, ഗായത്രി തമ്പാൻ, T സൈൻലാബ്ദീൻ, PC റജ്ജി, കടയിൽ രാജൻ, മഹാദേവൻ വാഴശ്ശേരിൽ, KK നൌഷാദ്, അമ്പിളിമോൻ, സന്തോഷ് കുമാർ, സാനന്ദരാജൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഇവർ കണ്ടെത്തിയ അഴിമതി വിശദമായ ഒരു അന്വേഷണം വേണം. ആരന്വേഷിക്കേണ്ടത്? ED അന്വേഷിക്കണം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണം. കാരണം കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് നടത്തിയ പരിശ്രമങ്ങളെല്ലാം ഈ സ്വപ്ന സുരേഷും ഇവരൊക്കെ നടത്തിയ ഇതെല്ലാം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഞാനിന്ന് പത്രലേഖകർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ശിവശങ്കർ പിണറായി വിജയന്റെ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്നു. തോമസ് ഐസക്കിന്റെ ഒരു സ്പെഷ്യൽ ഫ്രണ്ടാണ്, ഉത്തമ സുഹൃത്താണ്. ഇവർ തമ്മിൽ അത്രയ്ക്ക് സൗഹൃദമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. ഈ സൗഹൃദം ദുരുപയോഗം ചെയ്ത് തോമസ് ഐസക്കിന്റെ കീഴിലുള്ള KSFE വഴി സ്വപ്ന സുരേഷിനും ശിവശങ്കറിനും അവരുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ KSFE ചിട്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡെവലപ്മെന്റാണ്. CDNet ന്യൂസ് കായംകുളം. മാവേലിക്കര നഗരസഭ UDF സ്ഥാനാർത്ഥികളുടെ കൺവെൻഷൻ ആരംഭിച്ചു. 22ാം വാർഡിലെ സ്ഥാനാർത്ഥിയായ ശാന്തകുമാരിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നടന്ന കൺവെൻഷൻ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ത്രിവിക്രമൻ തമ്പി ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര നഗരസഭയിലെ UDF സ്ഥാനാർത്ഥികളുടെ കൺവെൻഷൻ ആരംഭിച്ചു. 22ാം വാർഡിലെ സ്ഥാനാർത്ഥിയായ ശാന്തകുമാരിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന കൺവെൻഷൻ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ത്രിവിക്രമൻ തമ്പി ഉദ്ഘാടനം ചെയ്തു. അസംബ്ലി തെരഞ്ഞെടുപ്പിന് 3-4 മാസം മാത്രമേ ബാക്കിയുള്ളൂ. അതിന് മുമ്പ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഇതിന് നമുക്ക് വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിൽ പോലീസിൻ്റെയൊക്കെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം UDF നടത്തും ഈ തെരഞ്ഞെടുപ്പിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരൊക്കെ നിന്നതിൽ ഇപ്പോൾ കോൺഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിലൊരു ഭരണമാറ്റം നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജ് എല്ലാവർക്കും ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഭരണമാറ്റത്തിനനുസരിച്ച് ബുദ്ധിയുള്ള ഉദ്യോഗസ്ഥന്മാർ നേരത്തെ തന്നെ തീരുമാനമെടുത്ത് മാറുന്നു എന്നുള്ളതാണ് ഞാനിന്ന് മനസ്സിലാക്കുന്നത്. ചിലർ മണ്ടന്മാരുണ്ട്. പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുന്ന കരുതി കോൺഗ്രസ്സുകാരുടെ മേൽ കുതിര കയറിക്കൊണ്ട് അവരെ മർദ്ദിച്ചുകൊണ്ടും സമരങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടും ഇപ്പോഴും മനസ്സിലാകാത്ത ചില മണ്ടന്മാരുണ്ട്. രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അനിത വിജയൻ സ്വാഗതം പറഞ്ഞു. കല്ലുമല രാജൻ, KR മുരളീധരൻ, കുര്യൻ പള്ളത്ത്, അജിത് കണ്ടിയൂർ, ചിത്രാമാൾ, വർഗീസ് പോത്തൻ, വേണു പഞ്ചവടി, മനോഹരൻ, മോഹൻലാൽ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് മാവേലിക്കര. കായംകുളം നഗരസഭ 30ാം വാർഡിൽ UDF കൺവെൻഷൻ നടത്തി. സുഷമയാണ് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി. UDF മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് PS ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭ 30ാം വാർഡിൽ UDF കൺവെൻഷൻ നടത്തി. സുഷമയാണ് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി. UDF മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് PS ബാബുരാജ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സ്വർണം കള്ളക്കടത്തുമായി അങ്ങയുടെ ഓഫീസിന് ബന്ധമുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ശ്രീ പിണറായി വിജയൻ പൊട്ടിത്തെറിക്കുമായിരുന്നു. അവരെ പുള്ളി ശാസിക്കുമായിരുന്നു. അവരോട് പുള്ളി രോഷം കൊള്ളുമായിരുന്നു. അദ്ദേഹം രൗദ്രഭാവത്തിൽ സംസാരിക്കുമായിരുന്നു. സ്വർണം കള്ളക്കടത്തുമായി ബന്ധമുള്ള ഒരു ഉന്നതൻ അങ്ങയുടെ ഓഫീസിലുണ്ടല്ലോ എന്ന് പറഞ്ഞതിന് അത് ചോദിച്ച മാധ്യമ ലേഖനം എനിക്കൊന്ന് ഏഷ്യാനെറ്റിന്റെ ലേഖനം തോന്നുന്നു. അയാളെ പരസ്യമായി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അത്തരത്തിലുള്ള ചോദ്യമൊന്നും ചോദിക്കരുത്. നിങ്ങൾ എന്റെ ഗവൺമെന്റിനെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നു, എന്റെ പാർട്ടിയെ ചെളിവാരി എറിയാൻ ശ്രമിക്കുന്നു. ഞാൻ അങ്ങ് കണ്ണൂരിലെ ബ്രണ്ണൻ കോളേജിൽ ഊരിത്തുളിച്ച വാർഡുകൾക്ക് നടുവിലൂടെ, കരാറുകൾക്ക് നടുവിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ്. വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് ബലഭദ്രൻ
അധ്യക്ഷത വഹിച്ചു. RSP നേതാവ് അഡ്വക്കേറ്റ് രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഷംസുദ്ദീൻ, കൃഷ്ണൻ, മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം. മാവേലിക്കര നഗരസഭ 25-ാം വാർഡ് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. ലതാ മുരുകനാണ് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി. മാവേലിക്കര നഗരസഭ 25-ാം വാർഡിൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. ലതാ മുരുകനാണ് UDFന്റെ ഇവിടുത്തെ സ്ഥാനാർത്ഥി. കൺവെൻഷൻ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ത്രിവിക്രമൻ തമ്പി ഉദ്ഘാടനം ചെയ്തു. സംഘം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ് ബാക്കിയുള്ളവർ. ഇത് വലിയ കൂട്ടുകച്ചവടമാണ് നടന്നിരിക്കുന്നത്. ഇന്ത്യ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഒരു കൊള്ളസംഘം പ്രവർത്തിക്കുന്നത് ആദ്യമായിട്ടാണ് പുറത്തു വരുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. നമ്മുടെ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് ഒരു ശത്രു സംഹാര പൂജ നടത്തുകയുണ്ടായി. ആ ശത്രു സംഹാര പൂജയിൽ അതിനൊരു ബലം കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് വന്ന ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കാര്യങ്ങൾ പുറത്തു വരുന്നത്. പിണറായി വിജയനാണ് ശത്രു എന്നുള്ളത് നമുക്ക് ബോധ്യമായി. രമേശ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബൂത്ത് പ്രസിഡന്റ് വിനയൻ സ്വാഗതം പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, മാവേലിക്കര. പത്തിയൂർ പഞ്ചായത്ത് 17-ാം വാർഡ് ഇലക്ഷൻ കൺവെൻഷൻ നടന്നു. വാർഡ് ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അരുൺ പുതിയ വീട്ടിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ UDF കായംകുളം നിയോജക മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് PS ബാബുരാജ് യോഗം ഉദ്ഘാടനം ചെയ്തു. വാർഡ് സ്ഥാനാർത്ഥി സിനി ബിജു, പത്തിയൂർ വെസ്റ്റ് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി R ലക്ഷ്മി പതിയാരത്ത്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥി ബിഷാഖ് പത്തിയൂർ എന്നിവർ പങ്കെടുത്തു. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡിൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അരുൺ പുതിയ വീട്ടിലെ അധ്യക്ഷതയിൽ കൂടിയ കൺവെൻഷൻ UDF കായംകുളം നിയോജക മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് PS ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് കൺവെൻഷന് തുടക്കം കുറിച്ചത്. നേതാക്കളായ ബാബു കുരമ്പലിൽ, കരിയിലക്കുളങ്ങര രാജേന്ദ്രകുമാർ, രാജീവ് വലിയത്ത്, വിശ്വംഭരൻ, രാജു കളീക്കൽ, വിനോദ് പൂവടിയിൽ, ജയപ്രദീപ്, കിരൺ പത്തിയൂർ, രാജൻ, SS ബിജു, കുട്ടൻ പാലമുട്ടിൽ, പൊന്നു പാലമുട്ടിൽ, അശ്വതി, വാർഡിലെ സ്ഥാനാർത്ഥിയായ സിനി ബിജു, പത്തിയൂർ വെസ്റ്റ് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥിയായ R ലക്ഷ്മി പതിയാരത്ത്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥിയായ വിശാഖ് പത്തിയൂർ തുടങ്ങിയവരും കൺവെൻഷനിൽ പങ്കെടുത്തു. കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളം ഭരിച്ച പിണറായി സർക്കാരും കഴിഞ്ഞ 5 വർഷക്കാലം പത്തിയൂർ പഞ്ചായത്ത് ഭരിച്ച ഭരണാധികാരികളും ബ്ലോക്ക് പഞ്ചായത്ത് ഭരിച്ചവരുമൊക്കെ നമ്മുടെ നാടിന്റെ വികസനത്തിന് അവധി കൊടുത്തുകൊണ്ടാണ് അവർ ഭരണം നടത്തിയത്. ശ്രീ പിണറായി വിജയന്റെ സർക്കാരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തിലെ നേട്ടങ്ങളെക്കാൾ ഉപരി അവരുടെ നേട്ടങ്ങളാണ് അവർ ലക്ഷ്യമാക്കി പ്രവർത്തിച്ചത്. ഒരുപക്ഷെ കേരളത്തിലെ ഒരു ഞെട്ടിപ്പിക്കുന്ന കഥയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തുന്ന സ്വർണ്ണം കള്ളക്കടത്ത്. എന്നൊക്കെ ബാല്യകാലത്ത് ഞങ്ങൾ കലാലയങ്ങളിൽ പഠിക്കുമ്പോൾ ബോംബെയിലെ അധോലോക നായകന്മാർ നടത്തുന്ന കള്ളക്കടത്താണ്. ദാവൂദ് ഇബ്രാഹിമിനെ പോലെ ചോട്ടാ രാജനെ പോലെയുള്ള കള്ളക്കടത്ത് രാജാക്കന്മാർ, അവരുടെ സംഘങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങൾ, അതുപോലെ തന്നെ വമ്പൻ കൊലപാതകങ്ങൾ, ആക്രമണങ്ങൾ, വമ്പൻ കൊള്ളകൾ. CD നെറ്റ് ന്യൂസ്, കായംകുളം. കായംകുളം NRI UAE ചാപ്റ്റർ രക്ഷാധികാരിയും ഗ്ലോബൽ മലയാളി കൗൺസിൽ വൈസ് പ്രസിഡന്റുമായ ജോൺ മത്തായി കായംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ പരിധിയിലുള്ള 24 വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പിന്റെ വിതരണം നടന്നു. കായംകുളം ഓട്ടിസം സെന്റർ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രതിഭ MLA സ്കോളർഷിപ്പ് വിതരണം നിർവഹിച്ചു. കായംകുളം NRI UAE ചാപ്റ്റർ രക്ഷാധികാരിയും ഗ്ലോബൽ മലയാളി കൗൺസിൽ വൈസ് പ്രസിഡന്റുമായ ജോൺ മത്തായി കായംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ പരിധിയിലുള്ള 24 വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പിന്റെ വിതരണം നടന്നു. കായംകുളം NRI UAE ചാപ്റ്ററും ധന്യ ഗ്രൂപ്പും നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ജോൺ മത്തായി എന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന ജോണച്ചനും ചേർന്ന് നടത്തുന്ന ഈ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാകാൻ ഞങ്ങൾക്കൊക്കെ സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട്. മിടുക്കരായ കായംകുളം അസംബ്ലി മണ്ഡലത്തിലെ 24 വിദ്യാർത്ഥികൾക്ക്, 22 ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും 2 LP സ്കൂൾ വിദ്യാർത്ഥികൾക്കും MLAയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശിച്ച പ്രകാരം അദ്ദേഹം NRIയും ചേർന്ന് നടത്തുന്ന ഈ കാരുണ്യ പ്രവർത്തനം കായംകുളം ഓട്ടിസം സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് പ്രതിഭ MLA സ്കോളർഷിപ്പ് വിതരണം നിർവഹിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. എല്ലാവരെയും സഹായിക്കണമെന്നൊന്നുമില്ലല്ലോ, എന്നാൽ അത്തരത്തിൽ സഹായിക്കുന്നവരെ പറ്റി ലോകം അറിയട്ടെ, നാടറിയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ കായംകുളം വിദ്യാഭ്യാസ മണ്ഡലത്തിലെ അങ്ങനെ 24 കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവാമല്ലോ. അപ്പം ഞാൻ LLBക്ക് ലോൺ എടുത്ത് പഠിച്ച ആളാണ്. അപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം എന്താ പറയുക, ഉണ്ടായിട്ട് ജനിച്ച് ജീവിച്ച് വരുന്നവരൊന്നുമല്ല. നമ്മൾ നിലവിലുള്ള സാഹചര്യങ്ങളിൽ അതിനെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ അനുകൂലമാക്കാൻ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരുപാട് വിഷമമുള്ളവരാണ്
എന്നൊന്നും നിങ്ങളുടെ മനസ്സിലും വേണ്ട. അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. കായംകുളം NRI UAE ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ടി മുനീർ സ്വാഗതം പറഞ്ഞു. ഈ NRI ചേംബറിന്റെ സഹകരണത്തോടെ ചെയ്യുന്ന ഈ ഒരു വലിയ ഉദ്യമം പ്രശംസനീയമാണ്. ഇതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ അവർക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അത് മൊബൈൽ ഫോണിൻ്റെ ആയാലും അല്ലെങ്കിൽ TV-യുടെ ആയാലും ഒക്കെയുള്ള അവരുടെ ലഭ്യതയുള്ള കുറവ്, അതെല്ലാം പരിഹരിക്കത്തക്ക രീതിയിൽ ഇങ്ങനെ വർഷം തോറും ഇത് തുടർച്ചയായിട്ട് ഈ സ്കൂളുകളിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനായിട്ടുള്ള ഉദ്യമം വളരെ പ്രശംസാവഹമാണ്. M. ഹുസൈൻ, V. ബേബികുമാർ, മഹാദേവൻ, അനിൽ ഉടുപ്പി, അനീഗർ, സിനിൽ സബാദ്, ബിജു T. വർഗീസ്, അൻവർ ഷാ തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങളെ സംബന്ധിച്ചോളം, ഞങ്ങളുടെ BRCയെ സംബന്ധിച്ചോളം വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അതായത് മിടുക്കരായിട്ടുള്ള കുട്ടികൾ ഇത്രയും തുക ഈ സംരംഭകർ കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. പിന്നീട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ സംഘടന നൽകിക്കൊണ്ടിരിക്കുകയാണ്. CDNet ന്യൂസ്, കായംകുളം. കായംകുളം നഗരസഭ 4-ാം വാർഡ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ ഇന്ത്യൻ ജനാധിപത്യവും വോട്ടിംഗ് സംവിധാനവും എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. പബ്ലിക് റിലേഷൻ വകുപ്പ് അഡീഷണൽ ഡയറക്ടറായിരുന്ന A. ഹക്കീം ക്ലാസ് ഉദ്ഘാടനം ചെയ്യുകയും നയിക്കുകയും ചെയ്തു. കായംകുളം നഗരസഭ 4-ാം വാർഡ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ ഇന്ത്യൻ ജനാധിപത്യവും വോട്ടിംഗ് സംവിധാനവും എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. പബ്ലിക് റിലേഷൻ വകുപ്പ് അഡീഷണൽ ഡയറക്ടറായിരുന്ന A. ഹക്കീം ക്ലാസ് ഉദ്ഘാടനം ചെയ്യുകയും നയിക്കുകയും ചെയ്തു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സാബിർ, ട്രഷറർ റിയാസ് പുലരിയിൽ, വൈസ് പ്രസിഡന്റ് സലീം രാജ്, എക്സിക്യൂട്ടീവ് അംഗം നിസാർ എന്നിവർ പങ്കെടുത്തു. കോവിഡ് മാനദണ്ഡ പ്രകാരം നേരിലും ഓൺലൈനായും നടത്തിയ ക്ലാസ്സിൽ നിരവധി കുടുംബങ്ങൾ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം. കായംകുളം കൊയ്പ്പള്ളിക്കാരായ്മ ദേവീക്ഷേത്രത്തിൽ തൃക്കാർത്തികയോടനുബന്ധിച്ച് ദീപക്കാഴ്ച നടന്നു. 1-ാം കരയായ തെക്ക് ഹൈന്ദവ കരയോഗത്തിന്റെ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ദീപങ്ങൾ അണിനിരത്തിയത്. കായംകുളം കൊയ്പ്പള്ളിക്കാരായ്മ ദേവീക്ഷേത്രത്തിൽ തൃക്കാർത്തികയോടനുബന്ധിച്ച് ദീപക്കാഴ്ച നടന്നു. 1-ാം കരയായ തെക്ക് ഹൈന്ദവ കരയോഗത്തിന്റെ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ദേവീ സന്നിധിയിലും കരയുടെ അൻപുലിക്കളത്തിലും കാർത്തിക ദീപങ്ങൾ തെളിയിച്ചത്. ദീപങ്ങൾ നിറഞ്ഞപ്പോൾ ക്ഷേത്രവും പരിസരവും പ്രഭാപൂരിതമായി. നിരവധി ഭക്തജനങ്ങളും എത്തിയിരുന്നു. CDNet ന്യൂസ്, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ 275 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 258 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. കായംകുളം നിയോജക മണ്ഡലത്തിൽ 14 പേർക്ക് കൂടി കോവിഡ്. ജില്ലയിൽ കനത്ത മഴയ്ക്ക് സാധ്യത. കർശന ജാഗ്രത തുടരണമെന്ന് ജില്ലാ കളക്ടർ. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കടലിൽ പോകുന്നതിന് പൂർണ്ണ നിരോധനം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ജില്ലയിൽ പൊതുജനങ്ങൾക്കായി പ്രത്യേക കോവിഡ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പ്രചരണ സംഘങ്ങളിൽ നിന്നും ആരും വീടിനുള്ളിൽ പ്രവേശിക്കുന്നില്ല എന്ന് ഉറപ്പാക്കണം. വികസനത്തിന്റെ പേര് പറഞ്ഞ് സർക്കാർ ഖജനാവ് കൊള്ളയടിച്ചവരാണ് ഇടതുമുന്നണിയെന്ന് UDF കൺവീനർ MM ഹസൻ. ഇടതുമുന്നണിക്ക് വോട്ട് ചോദിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും ഹസൻ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.